കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BPVC 101 BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. നമ്മുടെ BPVC 101 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി എന്ന പേപ്പറിന്റെ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണത്. അതായത് ഏതൊക്കെ ടോപ്പിക്സിന് നിങ്ങൾ ഹയർ പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെ കൂടുതൽ തവണ റിവൈസ് ചെയ്ത് പോകണം, ഏതൊക്കെ യൂണിറ്റ്സിന് ഹയർ പ്രയോറിറ്റി കൊടുക്കണം, അതിന്റെ എല്ലാം ബേസിസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു IGNO Focus 5.0 IGNO BPVC 101 previous year question paper ultimate analysis. Okay. So BPVC 101 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ പേപ്പർ എന്ന് പറയുമ്പോൾ ബ്ലോക്സും യൂണിറ്റ്സും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്ത് നമ്മുടെ സിലബസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ബ്ലോക്സിന് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കണം, ആ ബ്ലോക്കിൽ തന്നെ ഏതൊക്കെ യൂണിറ്റ് നമ്മൾ ആദ്യം കവർ ചെയ്ത് പോകണം, ഏതൊക്കെ യൂണിറ്റുകളിൽ ഏതൊക്കെ ടോപ്പിക് നമ്മൾ ആദ്യം റിവൈസ് ചെയ്തിട്ട് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ സയന്റിഫിക് ആയിട്ട് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്തിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ഇഗ്നോയുടെ സിലബസിനെ ബ്ലോക്ക് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ ടോപ്പിക്സ് ആണ് റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, സോ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ തവണ റിവൈസ് ചെയ്ത് പോകേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് നടത്താനുണ്ട്. അതായത് നമ്മുടെ 3 hour 100 മാർക്കിലോട്ടുള്ള എക്സാമിന് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ട്രെൻഡ്, മീൻസ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളായിട്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടിക്കാണോ കുറഞ്ഞിക്കാണോ, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ചധികം നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരാൻ സാധ്യതയുള്ളത്, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും നോക്കാനുണ്ട്. ഫൈനലി നമ്മള് കംപ്ലീറ്റ് ഡാറ്റാസ് അനലൈസ് ചെയ്ത് നമ്മളൊരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ അനാലിസിസും അതിന്റെ കംപ്ലീറ്റ് ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മാറുന്ന ആ ഒരു പാറ്റേൺ അടക്കം, ആ ഒരു ചേഞ്ചിങ് പാറ്റേൺ അടക്കം നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും, വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ സെഷന്. സോ നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യാനുള്ളത്. സോ അതിന്റെ മുന്നായിട്ട് നമ്മൾ ഹൈ മീഡിയം ലോ ആയിട്ട് നമ്മുടെ ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് റെലവൻസിന്റെ അടിസ്ഥാനത്തിൽ. സോ ഹൈ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 10 അപ്പിയറൻസ്, 10 കൂടുതൽ തവണ ചോദിച്ച ടോപ്പിക്സ് ആയിരിക്കും. മീഡിയം 5 to 9 ടൈംസ് ചോദിച്ച ടോപ്പിക്സ് ആയിരിക്കും. ലോ ആണെങ്കിൽ ലെസ് ദാൻ 5 ടൈംസ് ചോദിച്ച ടോപ്പിക്സ് ആയിരിക്കും. സോ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പം എല്ലാം 1 ടൈം മാത്രമേ അപ്പിയറൻസ് കാണിക്കുന്നുള്ളൂ. സോ ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസ്, ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന ബ്ലോക്കില് യൂണിറ്റ് 1 ഫുഡ് ഡെഫിനിഷൻ എന്ന ടോപ്പിക്, സെയിം ബ്ലോക്കിലെ തന്നെ സെയിം യൂണിറ്റിലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫുഡ്, സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 2 റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ്, സെയിം ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 കോമൺ സ്പൈസസ് ഇൻ ഇന്ത്യ,
സെയിം ബ്ലോക്കിലെ തന്നെ ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 3 മെഡിസിനൽ വേഴ്സസ് അരോമാറ്റിക് പ്ലാന്റ്സ് ഡിഫറൻസ് പ്ലസ് എക്സാമ്പിൾസ്. ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 4 ഹെൽത്ത് ഫുഡ്സ്. അതുപോലെ ബ്ലോക്ക് 2 ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ബ്ലോക്ക് 2 ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 6 ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഓവർവ്യൂ. ഇത്രയും ടോപ്പിക്സ് ഒരൊറ്റ തവണയാണ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 തന്നെ ഫൈറ്റോടോക്സിൻസ് ഇൻ പ്ലാന്റ്സ്. ബ്ലോക്ക് 2 അതായത് ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 7 ഡിറ്റർമിനൻസ് ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ PEM. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഡയബറ്റീസ് മെലിറ്റസ്. ബ്ലോക്ക് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി എന്ന ബ്ലോക്കില് യൂണിറ്റ് 9 സെൻസറി അട്രിബ്യൂട്ട്സ് ഓവർവ്യൂ. ബ്ലോക്ക് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി യൂണിറ്റ് 9 സെൻസറി ക്വാളിറ്റി ഓഫ് ഫുഡ് ഡെഫിനീഷൻ പ്ലസ് ആട്രിബ്യൂട്ട്സ്. സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് 10 ചേഞ്ചസ് ഇൻ മിനറൽസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് സ്റ്റോറേജ് പ്രോസസിംഗ്. സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് 10 റൈപ്പൻസ് ഓഫ് ഫ്രൂട്ട്. ഇതെല്ലാം ഒരൊറ്റ തവണ മാത്രമേ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പം പറയാൻ പോകുന്ന കംപ്ലീറ്റ് ടോപ്പിക്സും ഒരൊറ്റ തവണ മാത്രമേ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 ഫണ്ടമെന്റൽസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി യൂണിറ്റ് 11 ഫുഡ് സേഫ്റ്റി വേഴ്സസ് ഫുഡ് ക്വാളിറ്റി ഡിഫറൻസസ്. സെയിം ബ്ലോക്കിലെ തന്നെ സെയിം യൂണിറ്റിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഡെഫിനിഷൻ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ്. സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 11 WHO's 5 keys to safer food. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഫുഡ് ഹസാർഡസ് ഡെഫിനിഷൻ. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഫിസിക്കൽ ഹസാർഡ്സ് ഇൻ ഫുഡ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ഫുഡ് സ്പോയിലേജ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാം വൺ ടൈം അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആണ്. ഓക്കെ, അതേപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 റോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ നാഷണൽ ഇന്റർനാഷണൽ. ഇതെല്ലാം ഒരൊറ്റ തവണ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ബ്ലോക്ക് 1 to 4 യൂണിറ്റ് 1 to 14 ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ബ്ലോക്ക് 5 ആക്ടിവിറ്റീസ് മാനുവൽ ആണ്. സോ ഇതെല്ലാം എന്താണ് നമ്മളിപ്പം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്സും ഒറ്റ തവണ ആയിട്ട് വന്നിട്ടുള്ളത്. ഓവറോൾ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 4 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അത് കഴിയുമ്പം ബ്ലോക്ക് 1 വരുന്നുണ്ട്, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസിന്റെ ബേസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാർ ചാർട്ട് ആണിത്. ഓക്കെ, സെയിം ഡാറ്റയുടെ ബേസിസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണിത്. ഇനി ഏതൊക്കെയാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്? നമ്മൾ ഒട്ടും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ഹൈ ടോപ്പിക്സ് ആണ് ഫുഡ് സേഫ്റ്റി ഫ്രെയിംവർക്ക്. അതിന്റെ ഡെഫിനീഷൻ, സിഗ്നിഫിക്കൻസ്, ഫുഡ് സേഫ്റ്റി വേഴ്സസ് ഫുഡ് ക്വാളിറ്റി, WHO 5 keys യൂണിറ്റ് 11. ഇതെല്ലാം മൾട്ടി ആംഗിൾ അസസ്മെന്റ് ഉണ്ട്. അതിന്റെ കോൺസെപ്റ്റ് ചോദിക്കാം, അതിന്റെ അപ്ലിക്കേഷൻസ് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് എന്താണ്, അതുപോലെ റോൾ ഓഫ് ഓർഗനൈസേഷൻസ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, GFSI, ഇതുപോലത്തെ ഓർഗനൈസേഷന്റെ റോള്, നാഷണൽ ഇന്റർനാഷണൽ ബോഡീസിന്റെ റോള്, ഇതെല്ലാം ഒരുപാട് തവണ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫൈറ്റോടോക്സിൻസ്, ഇന്റഗ്രേറ്റ് മെക്കാനിസം വിത്ത് എക്സാമ്പിൾ തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് നോട്ടിലും ലോങ് ആൻസറിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ബ്ലോക്ക് 4 നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ദെൻ ബ്ലോക്ക് 4 എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ദെൻ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 അപ്രോക്സിമേറ്റ്ലി സെയിം, അതായത് ഏകദേശം സെയിം റേഞ്ച് ആണ് വരുന്നത്. ഫണ്ടമെന്റൽസും അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന ബ്ലോക്കും. ദെൻ ബ്ലോക്ക് 3. സോ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 4 റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ബ്ലോക്ക് 1, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3. ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അത് എഴുതണം. ഏകദേശം ഒരു 350 വേർഡ്സിലായിരിക്കണം നമ്മുടെ ഓവറോൾ കംപ്ലീറ്റ് ആൻസർ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതെങ്കിലും 4 ചൂസ് എനി 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതിനൊരു 90 വേർഡ്സിലാണ് നമ്മൾ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ കേസ് സ്റ്റഡി, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത്
എന്ത് ചെയ്യണം, ആക്ച്വലി ആ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള നോളേജ് ഉണ്ട്, അതാണ് ആക്ച്വലി അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. കൺസെപ്ച്വൽ നോളേജ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷന്, സബ് ടൈറ്റിൽസ് എല്ലാം കൊടുത്തിട്ട് വളരെ നീറ്റ് ആയിട്ട് തന്നെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായി ഡയഗ്രാംസ് ലാബിൽ ചെയ്തിട്ട് തന്നെ വരച്ച് പ്രത്യേകം കീ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ഫൈനലി ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറോൾ ഒരു 350 വേർഡ്സിൽ, മാക്സിമം ഒരു 350 വേർഡ്സിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻസ്, കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് അപ്ലിക്കേഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കുറച്ച് അപ്ലിക്കേഷൻസും കൂടെ കവർ ചെയ്യുക. ഒരു 90 വേർഡ്സിലൊക്കെ എന്ത് ചെയ്താൽ മതി, ആൻസർ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഓരോ ബ്ലോക്ക് ഒന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ടോട്ടൽ പെർസെന്റേജ് ആണ് പറയുന്നത്. അപ്പം ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസ് 46.7 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജൂൺ 2025. അതായത് ഏകദേശം 29.2%. ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 29.2%. ബ്ലോക്ക് 2-ൽ നിന്നാണെങ്കിൽ ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന ബ്ലോക്കിൽ നിന്ന് 30 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് 18.8%. ഇനി ബ്ലോക്ക് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 26.7 മാർക്സിനാണ് ജൂൺ 2025 ആവറേജ് ചോദിച്ചിട്ടുള്ളത്. സോ 16.7%. ഇനി ബ്ലോക്ക് 4 ആണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 56.7 ആവറേജ് മാർക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 35.4% ബ്ലോക്ക് 4 എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് 4 നിങ്ങൾ ആദ്യം റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ കാണിച്ചിട്ടുള്ളത് ആക്ച്വലി ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും ട്രെൻഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് വളരെ സ്റ്റീപ്പായിട്ടൊന്ന് കുറയുന്നുണ്ട്, പിന്നെ കുറഞ്ഞു കൂടി വന്ന് പിന്നെ വീണ്ടും കുറയുന്ന ഒരു ടൈപ്പാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതുപോലെ ഷോർട്ട് ആൻസറിൻ്റെതാണ് ഓറഞ്ച് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റെഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസിന്റെ ആണ്. സോ എസ്സേ എന്ന് പറയുമ്പോൾ എസ്സേ ഏകദേശം ഡൊമിനേറ്റ് ചെയ്യുന്ന പോലെ ഒരു 75% ഇൻക്രീസ് ആണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഷോർട്ട് നോട്ട്സും അത് ഏകദേശം ഒരു 25% ഇൻക്രീസ് തന്നെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ മെയിൻ ആയിട്ടും ഓരോ ടോപ്പിക് കവർ ചെയ്യുമ്പോഴും നമ്മൾ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് ഓരോ ടോപ്പിക്സിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ കേസ് സ്റ്റഡീസോ ഒക്കെ വളരെ റെയർ ആയിട്ടേ വരുന്നുള്ളൂ. സോ ബ്ലോക്ക് 4 ആണ് നമ്മൾ പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്ന ബ്ലോക്ക് ആണ് ഹെവിയസ്റ്റ് വെയിറ്റ്, 35%ഓളം ക്വസ്റ്റ്യൻസ് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടുന്ന് ഓരോ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. കാരണം നമ്മൾ ബ്ലോക്ക് 4 തന്നെ മാക്സിമം നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോസസ്സിന്റെയും വളരെ മൈന്യൂട്ട് പോയിന്റ്സ് വരെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ആ ഒരു 3 ഹവറിനെ സയന്റിഫിക്കലി എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു ഹാഫ് ആൻഡ് അവർ കൊണ്ട് തന്നെ ആ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ 4 എസ്സേയും ഒരു ഷോർട്ട് ആൻസറുമാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും ഒരു 30 to 32 മിനിറ്റ്സ് കൊണ്ട് തന്നെ എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അരമണിക്കൂർ ഹാഫ് ആൻഡ് അവർ കൊണ്ട് തന്നെ ഷോർട്ട് നോട്ട്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഒരു 7-8 മിനിറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്പെയർ കിട്ടും, എക്സ്ട്രാ കിട്ടും. അങ്ങനെ കിട്ടുമ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെയെങ്കിലും നമ്മൾ യൂണിറ്റ്സോ എക്സാമ്പിൾസോ ആപ്ലിക്കേഷൻസോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, സബ് ടൈറ്റിൽ കൊടുത്തിട്ടില്ലേ, എന്താണ് ഏതെങ്കിലും കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫുഡ്, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ഫുഡ്. ഓക്കെ, ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? സബ്സ്റ്റൻസ് കൺസ്യൂംഡ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ്, എനർജി, ഗ്രോത്ത്, റിപ്പയർ ആൻഡ് റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ്. ഫങ്ഷൻസ് തന്നെ എനർജി ഗിവിംഗ്,
അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് സപ്ലൈ എനർജി, ബോഡി ബിൽഡിംഗ്, പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി, എല്ലാം ഒരു ഒന്നോ രണ്ടോ വാക്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ആർ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഇൻ ഫുഡ്? ഡിസ്ക്രൈബ് കോമൺ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫൈറ്റോടോക്സിൻസ് ഇൻ പ്ലാന്റ് ഫുഡ്. എന്താണ് ആന്റി ന്യൂട്രീഷണൽ ഫുഡ്? കോമൺ ആയിട്ടുള്ള കുറച്ച് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫൈറ്റോടോക്സിൻസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യണം. ആന്റി ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ദാറ്റ് റെഡ്യൂസ് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഓർ യൂട്ടിലൈസേഷൻ ഇൻ ദ ബോഡി, അല്ലെ? അപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് ആന്റി ന്യൂട്രിയൻസ് ആണ് ഫൈറ്റാറ്റേറ്റ്സ്, ഓക്സലേറ്റ്സ്, ടാനിൻസ് പോലുള്ളത്. ഫൈറ്ററ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മിനറൽ അബ്സോർപ്ഷൻ ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്സലേറ്റ്സ് കാൽഷ്യം അബ്സോർപ്ഷൻ, കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്യും. പിന്നെ ടാനിൻസ് ആണെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. ടാനിൻസ് എല്ലാം ടീയിലെല്ലാം കാണുന്നതാണ്. ഓക്കെ, ഇനി ഫൈറ്റോടോക്സിൻ എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസസ് ആണ്, പ്ലാന്റ്സിലുള്ള കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് ഈ ഫൈറ്റോടോക്സിൻസ് എന്ന് പറയുന്നത്. അതായത് സയാനോജനിക് ഗ്ലൈക്കോസൈഡ്സ്, കസാവ എന്ന് പറയുന്ന സാധനം, ലെക്റ്റിൻസ്, ലെഗ്യൂംസിലെല്ലാം കാണുന്ന ലെക്റ്റിൻസും എന്താണ്, ഫൈറ്റോടോക്സിൻസ് ആണ്. Okay, list common spices used in India. Explain any three. Differentiate medicinal versus aromatic plants with examples. കോമൺ സ്പൈസസ് ഡിഫൈൻ ചെയ്യണം, ഏതെങ്കിലും മൂന്നെണ്ണത്തിന് എക്സ്പ്ലെയിൻ ചെയ്യണം, മെഡിസിനൽ പ്ലാന്റ്, അരോമാറ്റിക് പ്ലാന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോമൺ സ്പൈസസ് നമുക്ക് ഇതൊക്കെ ജനറൽ ആയിട്ട് തന്നെ എഴുതാല്ലേ, പെപ്പർ, ടർമറിക്, ക്യൂമിന്, കൊറിയാണ്ടർ, കാർഡമം, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ നമ്മളെടുത്ത് ഉണ്ടാക്കും. പിന്നെ ഏതെങ്കിലും മൂന്നെണ്ണം എന്താ പറയുന്നത്, ഏതെങ്കിലും മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പം അതിന്റെ മെഡിസിനൽ വാല്യൂസോ അല്ലെങ്കിൽ അതിന്റെ ഡെയിലി ലൈഫിൽ നമുക്കുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പം എന്താ പറയാ, ഇങ്ങനെ ഇപ്പൊ ടെർമറിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യെല്ലോ കളറാണ്, നമ്മൾ കറിയിലിടാൻ യൂസ് ചെയ്യും, അല്ലാതെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ ടെർമറിക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ആന്റി ഇൻഫ്ലമേറ്ററി എന്നുള്ളത്. അതുപോലെ വേറെ ഒരുപാട്, പെപ്പർ ആണെങ്കിൽ ഡൈജസ്റ്റീവ് സ്റ്റിമുലന്റ് ആണ്, ക്ലോവ് ആണെങ്കിൽ ആന്റിസെപ്റ്റിക് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെഡിസിനൽ വേഴ്സസ് അരോമാറ്റിക് പ്ലാന്റ് ആണ്. മെഡിസിനൽ മീൻസ് ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് രണ്ട് കോൾ ആക്കിയിട്ട് തന്നെ എഴുതാം. മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്, അരോമാറ്റിക് പ്ലാന്റ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ഫ്രാഗ്രൻസ്, ഫ്ലേവർ. എക്സാമ്പിൾ കൊടുക്കാം. മെഡിസിനൽ പ്ലാന്റിന് നമ്മൾ തുളസി എല്ലാം എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അരോമാറ്റിക് പ്ലാന്റിന് ലെമൺ ഗ്രാസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട്, റിയോലോജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫുഡ്. എന്താണ് റിയോലോജിക്കൽ പ്രോപ്പർട്ടീസ്? ആക്ച്വലി റിയോലോജിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫുഡ് മെറ്റീരിയലിന്റെ ഫ്ലോയും ഡിഫോർമേഷനും ആയിരിക്കും, അല്ലെ? അതിനുള്ള എക്സാമ്പിൾസ് ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ തിക്നെസ് ഓഫ് ലിക്വിഡ്. സോസസ് എല്ലാം ഹൈലി വിസ്കസ് ആണ്. ഇലാസ്റ്റിസിറ്റി, ഡഫ് സ്ട്രെച്ചിങ്, പ്ലാസ്റ്റിസിറ്റി, ബട്ടർ സ്പ്രെഡിങ്, അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ, ടെക്സ്ചറിനെ, പ്രോസസ്സിങ്ങിനെ, കൺസ്യൂമർ അക്സെപ്റ്റൻസിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട് ഓൺ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് സലൈവറി അമിലേസുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് മൗത്തിൽ വെച്ചിട്ട് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്മോൾ ഇൻഡസ്റ്റൈന് വരെ ആ ഡൈജഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സ്മോൾ ഇൻഡസ്റ്റൈനിൽ ആരായിരിക്കും, പാൻക്രിയാറ്റിക് അമിലൈസ് ആണ് വരുന്നത്. പിന്നെ ഡൈസാക്രൈഡ്സ് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് മാറ്റും. അതെന്ത് ചെയ്യും, ഇൻഡസ്റ്റൈനൽ വില്ലയിലൂടെ അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ്, ഡിഫൈൻ സെൻസറി ക്വാളിറ്റി, ലിസ്റ്റ് ആട്രിബ്യൂട്ട്സ്, എക്സ്പ്ലെയിൻ എനി ടു. സെൻസറി ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ് റിസീവ്ഡ് ബൈ സെൻസസ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, കളർ, ഫ്ലേവർ, ടെക്സ്ചർ, ടേസ്റ്റ്, അപ്പിയറൻസ്, അത്ര തന്നെ ഉള്ളൂ. ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കളറും ടെക്സ്ചറും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കളർ ആക്ച്വലി ഒരു ഫുഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും കളർ എന്ന് പറയുന്നത്. ടെക്സ്ചർ ആണെങ്കിൽ ബൈറ്റ്, കൺസിസ്റ്റൻസി, മൗത്ത് ഫീൽ, അതെല്ലാം ടെക്സ്ചറിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഡിഫൈൻ ഫുഡ് സേഫ്റ്റി, സ്റ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഡിഫറൻഷിയേറ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ക്വാളിറ്റി. ഫുഡ് സേഫ്റ്റി എന്ന് വെച്ചാൽ ഹാൻഡ്ലിംഗ്, പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ് ഇൻ എ വേ ദാറ്റ് പ്രിവെന്റ് ഫുഡ് ബോൺ ഇൽനസ്. ഫുഡ് ബോൺ ഇൽനസ് നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫുഡിനെ ഹാൻഡിൽ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഫുഡ് പോയ്സണിങ് പ്രിവെന്റ് ചെയ്യും, പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യും, സേഫ് കൺസപ്ഷൻ എൻഷുർ ചെയ്യും.
പിന്നെ ഫുഡ് സേഫ്റ്റിയും ഫുഡ് ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ കൺസേൺഡ് വിത്ത് സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഫുഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ഫുഡിന്റെ അക്സെപ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഫുഡ് സേഫ്റ്റി പ്രിവെന്റ് ഇൽനെസ്, ഫുഡ് ക്വാളിറ്റി ആണെങ്കിൽ ടേസ്റ്റും അപ്പിയറൻസ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. ഫുഡ് സേഫ്റ്റി ഉറപ്പായിട്ടും ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. ഫുഡ് ക്വാളിറ്റി കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ചാണ്. നെക്സ്റ്റ്, ഡിഫൈൻ ഫുഡ് ഹസാർഡ്സ്, ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് ഫുഡ്. ഫുഡ് ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ കണ്ടാമിനൻസ് ദാറ്റ് കോസ് ഹാം ടു കൺസ്യൂമേഴ്സ്. ഫിസിക്കൽ ഹസാർഡിൽ വരുന്നത് ഫോറിൻ ഒബ്ജക്ട് ആക്സിഡന്റലി പ്രസന്റ് ഇൻ ഫുഡ്, ഗ്ലാസ് പീസോ മെറ്റൽ ഫ്രാഗ്മെന്റ്സോ സ്റ്റോൺസോ അങ്ങനത്തെ എല്ലാം പറ്റും. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട്, WHO 5 keys to safer food preparation. 5 keys: keep clean, separate raw and cooked food, cook thoroughly, keep food at safe temperature, use a safer water and raw material. 5 key എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട് ഓൺ റോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻസ്. ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ് ആക്ച്വലി ഫുഡ് പ്രൊഡക്ഷനിലും റെഗുലേഷനിലും കൺസ്യൂമർ പ്രൊട്ടക്ഷനിലും ഒക്കെ ഉള്ള ആ ഒരു ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്, FSSAI, WHO, FAO, കോഡെക്സ് എലിമെന്റാരിയസ്. ഓക്കെ. നെക്സ്റ്റ്, ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ക്വസ്റ്റ്യനും എത്ര തവണ എത്ര മാർക്കിനാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, ഏത് ബ്ലോക്ക് എന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫുഡ്, എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ഫുഡ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് 20 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ വാട്ട് ആർ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഇൻ ഫുഡ്. അതുപോലെ ഡിസ്ക്രൈബ് കോമൺ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫൈറ്റോടോക്സിൻസ് ഇൻ പ്ലാന്റ് ഫുഡ്സ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് 20 മാർക്സ് ആണ് വരുന്നത്. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് കോമൺ സ്പൈസസ് യൂസ്ഡ് ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ എനി 3 ഡിഫറൻഷിയേറ്റ് മെഡിസിനൽ വേഴ്സസ് അരോമാറ്റിക് പ്ലാന്റ്സ് വിത്ത് എക്സാമ്പിൾസ്. ഇത് ഒരു തവണയും ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് നോട്ട് ഓൺ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് നമുക്കൊരു ഷോർട്ട് ആൻസർ ടൈപ്പിൽ എക്സ്പെക്ട് ചെയ്യാം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ദെൻ ഷോർട്ട് നോട്ട് ഓൺ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇത് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് നോട്ടിൽ എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഡിഫൈൻ സെൻസറി ക്വാളിറ്റി, ലിസ്റ്റ് ആട്രിബ്യൂട്ട്, എക്സ്പ്ലെയിൻ എനി 2 സെൻസറി ആട്രിബ്യൂട്ട്സ് ഓഫ് ഫുഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബട്ട് essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഡിഫൈൻ ഫുഡ് ഹസാർഡ്സ്, ഡിസ്ക്രൈബ് the physical hazards associated with food. essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ആൻസറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 ബ്ലോക്ക് 4 യൂണിറ്റ് 14 വരുന്ന റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ WHO's 5 keys to safer food preparation and write a short note on role of food safety organization with examples. നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള നമ്മളിപ്പോ പറഞ്ഞ ഡാറ്റയുടെ ബേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമ്മൾ ടൈം പ്ലാൻ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്കൊരു 20 മാർക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഓവറോൾ അതിനകത്ത് ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്ത് ഡെഫിനീഷൻസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസ്, അപ്ലിക്കേഷൻസ്, കോൺട്രാസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള എന്തൊക്കെ നോളേജ് ഉണ്ടോ അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി 5 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 to 3 ബുള്ളറ്റ് ഫാക്റ്റും 1-2 ലൈനിൽ ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. 2 to 3 കീ പോയിന്റ്സ് കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കുക, അപ്ലിക്കേഷൻസ് കൊടുക്കുക. ഓക്കെ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി ആണ് പറയുന്നത്. ഹൈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫുഡ് ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ്,
യൂണിറ്റ് 2 റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ്, യൂണിറ്റ് 3 സ്പൈസസ് മെഡിസിൻസ് വേഴ്സസ് അരോമാറ്റിക് പ്ലാന്റ്സ്, യൂണിറ്റ് 4 ഹെൽത്ത് ഫുഡ്. ഇതിനെല്ലാം പ്രോബബിലിറ്റി വരുന്നത് 100% ആണ്. ഇനി ലോ കാറ്റഗറിയിൽ വരുന്ന 2 ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 തെർമൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓവർവ്യൂ, യൂണിറ്റ് 4 ഫങ്ഷണൽ ഫുഡ്സ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുള്ളത്. ഇത് ലോ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന വേറെ കുറച്ച് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 2 ഫുഡ് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, യൂണിറ്റ് 6 ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഫൈറ്റോടോക്സിൻസ്, യൂണിറ്റ് 7 ഡിറ്റർമിനൻസ് ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, യൂണിറ്റ് 8 ഡയബറ്റിസ് മെലിറ്റസ്. ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇനി ബ്ലോക്ക് 3 ഹൈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 9 സെൻസറി ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷൻ, യൂണിറ്റ് 10 ചേഞ്ചസ് ഇൻ മിനറൽസ് ഹാൻഡ്ലിംഗ് സ്റ്റോറേജ് പ്രോസസ്സിംഗ്. എന്നാൽ സെയിം ബ്ലോക്കിൽ തന്നെ ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 9 കീപ് ക്വാളിറ്റി എന്ന ടോപ്പിക്കും, യൂണിറ്റ് 10 പിഗ്മെന്റ്സ് കരോട്ടിനോയിഡ്സ് ആന്തോസയാനിൻസ് മയോഗ്ലോബിൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കും. എന്നാൽ ബ്ലോക്ക് 4 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്ന ബ്ലോക്കിൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 11 ഫുഡ് സേഫ്റ്റി വേഴ്സസ് ഫുഡ് ക്വാളിറ്റി പ്ലസ് സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസും കൂടെ പറയണം. യൂണിറ്റ് 11 തന്നെ WHO 5 keys to safer food. അതുപോലെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഫുഡ് ഹസാർഡ്സ് ഫിസിക്കൽ ഹസാർഡ്സ്, യൂണിറ്റ് 13 ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ഫുഡ് സ്പോയിലേജ്, യൂണിറ്റ് 14 റോൾ ഓഫ് ഓർഗനൈസേഷൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ, യൂണിറ്റ് 14 തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS, യൂണിറ്റ് 14 തന്നെ ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവ് എന്നുള്ളത്. സെയിം ബ്ലോക്കിലെ ലോ കാറ്റഗറി ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 12 ബയോളജിക്കൽ ഹസാർഡ്സ് ബാക്ടീരിയ വൈറസസ് പാരസൈറ്റ്സ്, യൂണിറ്റ് 12 അലർജനിക് ഹസാർഡ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഈ കോളത്തിനകത്ത് നിങ്ങൾക്ക് ഫുഡ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഫുഡ് നോട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഫുഡ് നോട്ട് എന്ന് വെച്ചാൽ ഫുഡ് നോട്ട് 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ്. ഇപ്പൊ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനീഷന് ഫങ്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഇത് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. സ്പൈസസ് മെഡിസിനൽ വേഴ്സസ് അരോമാറ്റിക് പ്ലാന്റ്സ് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഫുഡ് ജൂൺ 2025 വന്നിട്ടുണ്ട്. ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഫൈറ്റോടോക്സിൻസ്, അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് PEM ഡയബറ്റിസ് മെലിറ്റസ്, സെൻസറി ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷൻ, ചേഞ്ചസ് ഇൻ മിനറൽസ് ഹാൻഡ്ലിംഗ് സ്റ്റോറേജ് പ്രോസസ്സിംഗ്, ഫുഡ് സേഫ്റ്റി വേഴ്സസ് ഫുഡ് ക്വാളിറ്റി പ്ലസ് സിഗ്നിഫിക്കൻസ്, WHO 5 keys to safer food, food hazards, physical hazards, factors leading to food spoilage, role of organization, national, international, Bureau of Indian Standard, Global Food Safety Initiative. ഇതെല്ലാം എന്താണ്, ജൂൺ 2025 അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇതിനകത്ത് എത്ര തവണ അപ്പിയർ ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. ജൂൺ 2025 മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് 1 എന്നൊരു നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു പോകുന്നത്. സോ ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഒരു തവണയാണെങ്കിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതെല്ലാം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു ഹൈ കാറ്റഗറി ടോപ്പിക്സ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? ആ ഒരു ഹൈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഫുഡ് സേഫ്റ്റി വേഴ്സസ് ക്വാളിറ്റി, ഫിസിക്കൽ ഹസാർഡ്സ്, സ്പോയിലേജ് ഫാക്ടേഴ്സ്, WHO 5 keys, ഓർഗനൈസേഷൻ, സെൻസറി ക്വാളിറ്റി, ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, സ്പൈസസ്, റിയോളജി, ഫുഡ് ഡെഫിനീഷൻ, ഫങ്ഷൻസ്. ഇതെല്ലാം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഷോർട്ട് ആൻസറിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡെഫിനീഷൻസ്, കീ പോയിന്റ്സ്, എക്സാമ്പിൾസ് എല്ലാം കവർ ചെയ്യണം. ഈ ടോപ്പിക്സ് ഒക്കെ മിനിമം 2 തവണയെങ്കിലും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ മിനിമം 2 തവണ റിവൈസ് ചെയ്താലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരൊറ്റ കീ പോയിന്റ് മിസ് ചെയ്യാതെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഈ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് മിനിമം 2 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടും, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടും ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി മീഡിയം കാറ്റഗറിയിൽ നമുക്കൊരൊറ്റ ടോപ്പിക്കും വരുന്നില്ല. 40 to 69% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് മീഡിയം കാറ്റഗറി എന്ന് പറയുന്നത്. എന്നാൽ ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് തെർമൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫങ്ഷണൽ ഫുഡ്
nutraceuticals, marine toxins, keeping quality, pigment, biological and allergenic hazards എന്നുള്ളത്. ഓക്കെ, ഇത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 2 തവണ വായിച്ചു നോക്കാനെങ്കിലും നോക്കാം. ഓക്കെ, ഷോർട്ട് ആൻസർ ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് വരുന്നത്. സോ നമ്മുടെ 3 hour എക്സാം ആയിരിക്കും, മാക്സിമം 100 മാർക്ക്. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, അറ്റംപ്റ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് ക്രിട്ടിക്കലി ഡിസ്കസ് psychological and social functions of food in maintaining health, illustrating each with one example from daily Indian diets. അതായത് ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യണം, ക്രിട്ടിക്കലി അതിനെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്. സോ ഫസ്റ്റ് എന്താണ് ഫുഡ് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുഡ് എന്ന് വെച്ചാൽ എഡിബിൾ സബ്സ്റ്റൻസ് കൺസ്യൂമഡ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻ നെസസറി ഫോർ എനർജി, ഗ്രോത്ത്, റിപ്പയർ ഓഫ് ടിഷ്യൂസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ്സസ്, ദർബൈ മെയിൻറ്റെയിനിങ് ദി ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഫുഡ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി എന്താ പറയാ, ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമല്ല, ബട്ട് നമ്മളെ മെന്റൽ സാറ്റിസ്ഫാക്ഷനെയും സോഷ്യൽ ഹാർമണിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൾച്ചറൽ ഡൈവേഴ്സ് സൊസൈറ്റി. നമ്മുടെ ഇന്ത്യ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഫുഡ് കൾച്ചർ ആണല്ലേ. സോ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഫുഡിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഫിസിയോളജിക്കൽ ഫങ്ഷൻ എപ്പോഴും റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഫുഡിന്റെ ബയോളജിക്കൽ, അതായത് ബോഡിയിലുള്ള ബയോളജിക്കൽ റോളുമായിട്ടാണ്. എനർജി സപ്ലൈ, ഗ്രോത്ത് ആൻഡ് റിപ്പയർ, റെഗുലേഷൻ ഓഫ് ബോഡി പ്രോസസ്, ഇതൊക്കെ ആയിട്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഡയറ്റിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് പ്ലസ് ദാൽ പ്ലസ് വെജിറ്റബിൾസ്. നമ്മുടെ നാട്ടിലല്ലെങ്കിലും കോമൺ ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും കോമൺ ഫുഡാണിത് അല്ലെ. സോ റൈസ് എന്ന് പറയുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റ് ആണ്, ദാലാണെങ്കിൽ പ്രോട്ടീൻ ആയി, വെജിറ്റബിൾസും കൂടെ ആകുമ്പോൾ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാമായി. ഓക്കെ, ഇനി ഫുഡിന്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, മൂഡ്, മെന്റൽ വെൽബീയിങ്, ഇതൊക്കെ ആയിട്ടാണ്. സോ അതിന്റെ റോൾ എന്താന്ന് വെച്ചാൽ പ്ലഷർ, കംഫർട്ട്, ഒരു സന്തോഷം തരിക, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക, ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും. സോ അതിന് നമുക്കൊരു ഇന്ത്യൻ ഡയറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പം മെയിൻ ആയിട്ട് പൊതുവേ എന്താ പറയാ, ദോശ അല്ലെങ്കിൽ കേർഡ് റൈസ്, കിച്ചടി, ഇതൊക്കെ ഒരു മെന്റലി സാറ്റിസ്ഫാക്ഷൻ. ചിലവർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ പോലെ ആയിരിക്കും. എന്നാലും കോമൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഇനി സോഷ്യൽ ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൾച്ചറിന്റെ റോള്, കൾച്ചറിലുള്ള റോള്, ട്രഡീഷൻസിലുള്ള ഫുഡിന്റെ റോള്, സോഷ്യൽ ഇന്ററാക്ഷൻസിന് ഉള്ള റോള്. സോ അത് എന്ത് ചെയ്യുന്നത്, അത് ആക്ച്വലി ഇവിടെ സോഷ്യൽ ഫങ്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബോൺസ് എല്ലാമാണ്. കൾച്ചറൽ ഐഡന്റിറ്റിയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ വെഡിങ് ഫീസ്റ്റ്, നമ്മുടെ പെരുന്നാളിന് ഉണ്ടാക്കുന്ന ബിരിയാണി, ഈദ് ബിരിയാണി, അല്ലെങ്കിൽ നമ്മുടെ ഓണ സദ്യ, അതൊക്കെ എന്താ പറയാ, അവിടെ ആ ഫുഡൊക്കെ ഷെയർ ചെയ്ത് മീൻസ് എന്താ പറയാ, ഡിഫറെന്റ് കൾച്ചറും ട്രഡീഷൻസും റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫൈറ്റോടോക്സിൻസ്. കമ്പയർ 3 ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് മെക്കാനിസം, ഫുഡ് സോഴ്സ് മിറ്റിഗേഷൻ by processing. Add a brief note on one phytotoxin, including risk reduction during household preparation. Anti-nutritional factors അല്ലെങ്കിൽ phytotoxins എന്ന് പറയുമ്പോൾ naturally occurring substance that interfere the digestion, absorption or utilization of nutrients. Phytatides അല്ലെങ്കിൽ ഫൈറ്റഡേറ്റ്സിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും, അയൺ, കാൽഷ്യം, സിങ്ക് പോലുള്ള മിനറൽസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അബ്സോർപ്ഷനെ റെഡ്യൂസ് ചെയ്യും. ഫുഡ് സോഴ്സസ് cereals, pulses, millets ആണ്. മിറ്റിഗേഷൻ, സോക്കിംഗ്, സ്പ്രൗട്ടിംഗ്, ഫെർമെന്റേഷൻ. ഇനി ഓക്സലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്, കാൽഷ്യം ഓക്സലേറ്റ് ആയി മാറിയിട്ട് ഇൻസോലിബിൾ ഫോം ആയിട്ട് മാറും. കാൽഷ്യന്റെ ബയോ അവൈലബിലിറ്റി ഡിക്രീസ് ചെയ്യും. സ്പിനാഷ്, ബീട്രൂട്ടിലെല്ലാം ഓക്സലേറ്റ്സ് ഉണ്ട്. ബോയിൽ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഡിസ്കാർഡിങ് കുക്കിംഗ് വാട്ടർ ഡിസ്കാർഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ടാനിൻസ് എന്ന് പറയുമ്പോൾ
പ്രസിപ്പിറ്റേഷൻ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ഇൻഹിബിറ്റ് ചെയ്യും. ടീ, കോഫി, ലെഗ്യൂംസിലെല്ലാം ഉള്ളത്. ഓക്കെ. Phytotoxins are toxin substance naturally present in plants that can cause adverse health effect if consumed improperly. അതിനുള്ള എക്സാമ്പിൾ ആണ് സയാജനിക് ഗ്ലൈക്കോസൈഡ്സ്. സയാജനിക് ഗ്ലൈക്കോസൈഡ്സിന്റെ സോഴ്സ് ആണ് കസാവ, ദാറ്റ് മീൻസ് ടാപ്പിയോക്ക. ടോക്സിൻ അവിടെ റിലീസ് ചെയ്യുന്ന ടോക്സിൻ ആണ് ഹൈഡ്രജൻ സയനൈഡ്. ന്യൂറോടോക്സിസിറ്റി, ഗോയിറ്റർ, ഇതിനെല്ലാം കാരണമാവുന്നുണ്ട്. ഈ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് പീൽ ചെയ്തിട്ട് യൂസ് ചെയ്യുക, വാട്ടറിൽ ഇട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യുക, ഫെർമെന്റേഷൻ നടത്തുക, പ്രോപ്പർ കുക്കിംഗ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, കോമൺ ഫുഡ് ഗ്രൂപ്പ്സ്, സ്പൈസസ് ആൻഡ് ബൊട്ടാണിക്കൽസ്. ക്ലാസിഫൈ സ്പൈസസ് യൂസിങ് എ പ്ലോസിബിൾ ക്രൈറ്റീരിയ. ഡിസ്ക്രൈബ് ഫങ്ഷണൽ റോൾ ഓഫ് എനി 3 സ്പൈസസ് ഇൻ ഫ്ലേവർ ആൻഡ് ഹെൽത്ത്. കോൺട്രാസ്റ്റ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് വിത്ത് 2 എക്സാമ്പിൾസ്. സ്പൈസസ്, ബൊട്ടാണിക്കൽസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഡൊമിനന്റ് ബയോ ആക്റ്റീവ് ക്ലാസ്സിലുള്ള സ്പൈസസിനെ ക്ലാസിഫൈ ചെയ്യണം. ഏതെങ്കിലും 3 സ്പൈസസിന്റെ റോള്, ഫ്ലേവറോ ഹെൽത്തോ ആയിട്ടുള്ള റോൾസ് എക്സ്പ്ലെയിൻ ചെയ്യണം. മെഡിസിനൽ അരോമാറ്റിക് പ്ലാന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് 2 എക്സാമ്പിൾസ്. കോമൺ, അതായത് സ്പൈസസിനെ നമുക്ക് ഡൊമിനന്റ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസ് എന്ന് പറയുന്നത് ഫിനോളിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ക്ലോവ്, സിനമൺസ് എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് പെപ്പർ. ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് കാർഡമം, കൊറിയാൻഡർ. ഇനി ഇവരുടെ ഫങ്ഷണൽ റോൾ ഏതെങ്കിലും 3 സ്പൈസസിന്റെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെർമറിക്കിന്റെ എഴുതാം, ഫ്ലേവർ റോൾ എഴുതാം, ഹെൽത്ത് റോൾ എഴുതാം. ബ്ലാക്ക് പെപ്പറിന്റെയും ഫ്ലേവർ റോൾ എഴുതാം, ഹെൽത്ത് റോൾ എഴുതാം, ഹെൽത്ത് റോൾ എഴുതാം, ക്ലോവിന്റെയും എഴുതാം. പിന്നെ മെഡിസിനൽ വേഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 4 ഓഫ് ദി ഫോളോയിങ്. ഏതെങ്കിലും 4 കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതിയാൽ മതി. ഒന്ന്, ഇൻഡിസസ് ഓഫ് ഫ്രൂട്ട് മെച്യൂരിറ്റി and ripening implications for quality, digestive fate of carbohydrate from ingestion to absorption, rheological measurements used for food texture assessment, health food versus functional food versus nutraceuticals, choose any 2, contrast, determinants of protein energy malnutrition, type 2 diabetes mellitus, dietary principles in community settings. So first, indices of fruit maturity and ripening implications. Fruit maturity എന്ന് പറഞ്ഞാൽ stage at which fruit has developed sufficiently to be harvested. സോ അവിടെ ഫിസിക്കൽ ഇൻഡിസസ് ഉണ്ടാകും, സൈസ്, ഷേപ്പ്, കളർ എല്ലാം ചേഞ്ച് ചെയ്യും. കെമിക്കൽ ഇൻഡിസസ് ഉണ്ട്, ടോട്ടൽ സോലിബിൾ സോളിഡ്സ്, TSS, ഷുഗറിൽ, ആസിഡ് റേഷ്യോയിലെല്ലാം മാറ്റം വരും. ഫിസിയോളജിക്കൽ ഇൻഡിസസ് ഉണ്ട്, ഫൈമിനസ്, റെസ്പിറേഷൻ റേറ്റിൽ മാറ്റം വരും. ക്രോണോളജിക്കൽ ഇൻഡിസസ് ഉണ്ട്, ഡേ ആഫ്റ്റർ ഫ്ലവറിംഗ് ആയിരിക്കും. ഇനി റൈപ്പനിങ് ഇൻഡിസസ് എന്ന് പറയുന്നത് സോഫ്റ്റനിങ് ഓഫ് ടെക്സ്ചർ, ഇൻക്രീസ് ഇൻ സ്വീറ്റ്നെസ്, ഡെവലപ്മെന്റ് ഓഫ് അരോമ ആൻഡ് കളർ. അവിടുത്തെ ക്വാളിറ്റിയുടെ ഇംപ്ലിക്കേഷൻ, ഹാർവെസ്റ്റിംഗ് ടു ഏർലി ആണെങ്കിൽ പുവർ ഫ്ലേവർ ആയിരിക്കും, ലോ സ്വീറ്റ്നെസ് ആയിരിക്കും. ഹാർവെസ്റ്റിംഗ് ടു ലേറ്റ് ആയാൽ, അതായത് എടുക്കാൻ വൈകിയാൽ സ്പോയിലേജ് നടക്കും, റെഡ്യൂസ് ഷെൽഫ് ലൈഫ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ബനാന. ബനാന എന്ത് ചെയ്യണം, ആ ഒരു മെച്യൂർ ഗ്രീൻ സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം, എന്നാൽ അതിന്റെ ഗുഡ് ഫ്ലേവറും ടെക്സ്ചറും എല്ലാം കിട്ടുള്ളൂ. നെക്സ്റ്റ്, ഡൈജസ്റ്റീവ് ഫേറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഫ്രം ഇൻജക്ഷൻ ടു അബ്സോർപ്ഷൻ. ഇൻജക്ഷൻ എന്ന് പറയുമ്പോൾ ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷൻ മൗത്തിൽ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സലൈവറി അമിലേസ് എന്ത് ചെയ്യും, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റാർച്ചിനെ ഡെക്സ്ട്രിൻസും മാൽട്ടോസും ആക്കി മാറ്റും. പിന്നെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് അസിഡിക് pH അതിനെന്ത് ചെയ്യും, സലൈവറി അമിലേസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. സോ അവിടെ സിഗ്നിഫിക്കന്റ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നീട് ഡൈജഷൻ നടക്കുന്നുണ്ടാവുക സ്മാൾ ഇൻഡസ്റ്റൈനിലാണ്. അവിടുന്ന് പാൻക്രിയാറ്റിക് അമിലേസ് സ്റ്റാർച്ചിനെ ഡൈസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻഡസ്റ്റൈനൽ എൻസൈംസ്, മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ് പോലുള്ള എൻസൈംസ് അതിനെ മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് അബ്സോർബ് ചെയ്യും. അതുപോലെ ഫ്രക്ടോസ് അബ്സോർബ്ഡ് ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫൈനൽ ഫോം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിരിക്കും. നെക്സ്റ്റ്, റിയോലോജിക്കൽ മെഷർമെന്റ് യൂസ്ഡ് ഫോർ ഫുഡ് ടെക്സ്ചർ അസസ്മെന്റ്. റിയോലോജി എന്ന് വെച്ചാൽ തന്നെ ഫ്ലോ ആൻഡ് ഡിഫോർമേഷൻ ബിഹേവിയർ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. സോ കോമൺ റിയോലോജിക്കൽ മെഷർമെന്റ്സ് ആണ് വിസ്കോസിറ്റി, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഫൈംനെസ് എന്നുള്ളത്. ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് വിസ്കോമീറ്റർ, ടെക്സ്ചർ അനലൈസർ, റിയോമീറ്റർ. ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് മൗത്ത് ഫീല്, അക്സെപ്റ്റബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്.
ഡയറ്ററി പ്രിൻസിപ്പിൾസ് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്. ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഡയറ്റ് എടുക്കേണ്ടത് ടോട്ടൽ കലോറി ഇൻടേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യണം. ലോ ഗ്ലൈസീമിക് ഫുഡ്സേ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറ്ററി ഫൈബർ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. റിഫൈൻഡ് ഷുഗർ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഡിക്രീസ് ചെയ്യണം. മീൽസ് ഡിക്രീസ് ചെയ്യണം. മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ. കോമൺ ആപ്ലിക്കേഷൻസ് വരുന്നത് ലോക്കലി അവൈലബിൾ ഫുഡ്സ് യൂസ് ചെയ്യാം. മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. പോർഷൻ കൺട്രോൾ ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിന്റെ എമൗണ്ട് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫുഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് സെൻസറി ക്വാളിറ്റി. പ്രസന്റ് എ കൺസൈസ് ഫ്രെയിംവർക്ക് ഫോർ സെൻസറി ക്വാളിറ്റി. Design a brief protocol to evaluate texture and flavor for chosen food, explaining the measurement and expected outcomes. Sensory quality എന്ന് പറയുമ്പോൾ characteristics of food perceived through the senses of sight, smell, taste, touch and hearing. അതിന്റെ സെൻസറി ക്വാളിറ്റിയുടെ അപ്പിയറൻസിൽ വരുന്നതാണ് കളർ, ഷേപ്പ്, സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫ്ലേവറിൽ വരുന്നതാണ് ടേസ്റ്റ്, അരോമ. ടെക്സ്ചറിൽ വരുന്നതാണ് ഹാർഡ്നെസ്, ക്രിസ്പിനെസ്, സ്മൂത്ത്നെസ്, ചൂയിനെസ് എന്നുള്ളത്. പിന്നെ ഇപ്പൊ നമുക്ക് ടെക്സ്ചർ ഇവാലുവേഷൻ ചെയ്യണം. ടെക്സ്ചർ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റൽ ആണെങ്കിൽ ടെക്സ്ചർ അനലൈസർ ആയിരിക്കും, സെൻസറി ആണെങ്കിൽ പാനൽ ഇവാലുവേഷൻ ആയിരിക്കും. പാരാമീറ്റേഴ്സ്, ഹാർഡ്നെസ്, ക്രിസ്പിനെസ് എല്ലാം മെഷർ ചെയ്യും. ഇവിടുത്തെ ഇപ്പൊ നമ്മളൊരു പ്ലെയിൻ ബിസ്ക്കറ്റ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടെക്സ്ചർ അനലൈസർ വെച്ചിട്ട് ഇൻസ്ട്രുമെന്റിനെ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ പാനൽ ഇവാലുവേഷൻ നടത്താം. അതിന്റെ ഹാർഡ്നെസ്, ക്രിസ്പിനെസ് ഇവാലുവേറ്റ് ചെയ്യും. അവിടുത്തെ ഒരു ഔട്ട്കം ഫ്രഷ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഹൈ ക്രിസ്പിനെസ് ആയിരിക്കും, സ്റ്റെയിൽ ബിസ്ക്കറ്റ് ആണെങ്കിൽ സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. ഫ്ലേവർ ഇവാലുവേഷന്റെ പ്രോട്ടോകോൾസ് ആയിട്ട് വരുന്നത് ഒന്ന് സെൻസറി പാനൽ, 5 to 10 മെമ്പേഴ്സ് അടങ്ങുന്ന സെൻസറി പാനൽ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡോണിക് സ്കെയിൽ ഉണ്ടാകും, 1 to 9 ഉണ്ട്. ദെൻ അവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക സ്വീറ്റ്നെസ്, അരോമ, ഓവറോൾ അക്സെപ്റ്റബിലിറ്റി ആയിരിക്കും. എക്സ്പെക്ടഡ് ഔട്ട്കം എന്ന് പറയുന്നത് ബാലൻസ്ഡ് സ്വീറ്റ് ആവണം, പ്ലസന്റ് അരോമ ആവണം, ഹൈലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ. Next question. Food safety and quality interface. Define food safety and food quality. Explain their differences and interdependence. And illustrate how quality control and quality assurance safeguard safety and quality across the supply chain. ഫുഡ് സേഫ്റ്റി എന്താണ്, ഫുഡ് ക്വാളിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഡിഫറൻസസ്, ഇന്റർ ഡിപ്പെൻഡൻസ്, അതിന്റെ ഈ ഫുഡ് സേഫ്റ്റിയുടെയും ഫുഡ് ക്വാളിറ്റിയുടെയും ഡിഫറൻസും ഇന്റർ ഡിപ്പെൻഡൻസ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ക്വാളിറ്റി അഷുറൻസ് എങ്ങനെയാണ് ഇവരുടെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് വരുന്നത്, അതും എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഫുഡ് സേഫ്റ്റി എന്ന് വെച്ചാൽ ആൾ പ്രാക്ടീസസ് ദാറ്റ് എൻഷുർ ഫുഡ് ഈസ് ഫ്രീ ഫ്രം ഹസാർഡസ് ആൻഡ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ അറ്റ് ആൾ സ്റ്റേജസ് ഫ്രം പ്രൊഡക്ഷൻ ടു കൺസംപ്ഷൻ. ഫുഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് റെഫർ ചെയ്യുന്നത് food that determine its acceptability to consumers, including appearance, flavor, texture എല്ലാം അതിനകത്ത് വരും. ഇനി ഫുഡ് സേഫ്റ്റിയും ഫുഡ് ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്ന് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണ്, മറ്റത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒന്ന് ഹസാർഡസ് മിനിമൈസ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മറ്റതാണെങ്കിൽ ഫുഡ് ക്വാളിറ്റി ആണെങ്കിൽ അതിന്റെ സെൻസറി ന്യൂട്രീഷണൽ അട്രിബ്യൂട്ട്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ്, നോൺ നെഗോഷ്യബിൾ ആണ്. ഫുഡ് ക്വാളിറ്റി വാരിയബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇന്റർ ഡിപ്പെൻഡൻസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ക്വാളിറ്റി, അതായത് അൺസേഫ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്വാളിറ്റി ഫുഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. എന്നാൽ ഗുഡ് ക്വാളിറ്റി പ്രാക്ടീസസ് എന്ത് ചെയ്യും, സേഫ്റ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഈ ക്വാളിറ്റി കൺട്രോളിന്റെ റോൾ എന്താണ്? ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ ഓപ്പറേഷണൽ ടെക്നിക്സ് ആൻഡ് ആക്ടിവിറ്റീസ് യൂസ്ഡ് ടു വെരിഫൈ ദ ഫുഡ് മീറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ക്യൂസിയുടെ അക്രോസിൽ വരുന്ന സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ സ്റ്റേജ്, ഗ്രെയിൻസ്, ഫുഡ്, വെജിറ്റബിൾസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുക. പ്രോസസ്സിംഗ് സ്റ്റേജ്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, മെറ്റൽ ഡിറ്റക്ഷൻ നടത്തുക. പാക്കേജിംഗ് സ്റ്റേജിലാണെങ്കിൽ സീൽ ഇന്റഗ്രിറ്റി, ലാബലിംഗ് എല്ലാം ചെക്ക് ചെയ്യുക. റീറ്റെയിൽ സ്റ്റേജിലാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് മോണിറ്റർ ചെയ്യുക. എന്നാൽ ക്വാളിറ്റി അഷുറൻസിൽ വരുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് പ്രിവെന്റീവ് അപ്രോച്ച് ദാറ്റ് എൻഷുർസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ത്രൂ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അതായത് അതിനകത്ത് ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് സപ്ലയർ അപ്രൂവൽ പ്രോഗ്രാംസ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഫുഡ് ഹസാർഡ്സ്, റിസ്ക് പെർസ്പെക്റ്റീവ്.
Classify hazards and develop a focused risk characterization for physical hazard in minimally processed food sources, detection, control measures at receiving, processing and retailing. Hazards എങ്ങനെയാണ് റിസ്ക് ക്യാരക്ടറൈസേഷൻ ഫിസിക്കൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് ഹസാർഡ് എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുഡ് ഹസാർഡ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജന്റ്സ് ദാറ്റ് ക്യാൻ കോസ് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്. ബയോളജിക്കൽ ഹസാർഡ് ആകുമ്പോൾ ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ് വരും. കെമിക്കൽ ഹസാർഡ് ആണെങ്കിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ഫുഡ് അഡിറ്റീവ്സ്, ഹെവി മെറ്റൽസ്. ഫിസിക്കൽ ഹസാർഡ് ആണെങ്കിൽ ഫോറിൻ ഒബ്ജക്ട് കോസിങ് ഇഞ്ചുറി. ഫിസിക്കൽ ഹസാർഡ്സ് മിനിമലി പ്രോസസ്ഡ് ഫുഡിലായിരിക്കും. സ്റ്റോൺസ്, സോയില്, ഗ്ലാസ്, മെറ്റൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവുക. ഇനി റിസ്ക് ക്യാരക്ടറൈസേഷൻ ഓഫ് ഫിസിക്കൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സിന്റെ സോഴ്സസ് ഒന്ന് ഫീൽഡ് കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എക്യുപ്മെന്റിൽ വരുന്ന മിസ്റ്റേക്കുകൾ, പാക്കേജിംഗ് മെറ്റീരിയൽസിൽ വരുന്ന മിസ്റ്റേക്ക്, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. ഡിറ്റക്ഷൻ മെത്തേഡ് വിഷ്വൽ ഇൻസ്പെക്ഷൻ, സീവിങ്, വാഷിംഗ്, അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിറ്റക്ഷൻ മെത്തേഡ്. കൺട്രോൾ മെഷേഴ്സ് എടുക്കാം, റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നടത്താം, സപ്ലയറിന്റെ അപ്രൂവൽ കൊടുക്കുമ്പോൾ. അപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 4 of the following. WHO 5 keys for safe food production application in the home kitchen, mineral retention during handling, storage and processing key practices, FSSAI and BIS complementary roles in India food safety ecosystem, Global Food Safety Initiative, intrinsic versus extrinsic factors, Codex Alimentarius Commission. അപ്പം ഫസ്റ്റ് WHO 5 കീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ജസ്റ്റ് WHO 5 കീസ് സിമ്പിൾ ആണ്, എവിഡന്റ് ആണ്, എവിഡൻസ് ബേസ്ഡ് പ്രിൻസിപ്പിൾസ് ആണ്. ആ കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ആ 5 കീസ് ഇല്ലേ, കീപ് ക്ലീൻ, സെപ്പറേറ്റ് റോ ആൻഡ് കുക്ക്ഡ് ഫുഡ്, അങ്ങനെ യൂസ് സേഫ് വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ്, അത് വരെ 5 കീയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോം കിച്ചൺസിൽ എങ്ങനെ ആപ്ലിക്കേഷൻ നടത്താം, ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് മിനറൽ റിറ്റൻഷൻ ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, കീ പ്രാക്ടീസസ്. Minerals are relatively stable but can be lost through leaching and improper processing. Factors affecting mineral retention എന്തൊക്കെയാണ്, അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കീ പ്രാക്ടീസസ് ഏതൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. Then FSSAI and BIS complementary roles in India food safety ecosystem. FSSAI എന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ ഒരു അതിനെ കുറിച്ച് എഴുതാം. BISനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. കോംപ്ലിമെന്റാരിറ്റിയും കൂടെ പറയാം. നെക്സ്റ്റ് ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവ്, സ്കോപ്പ് ആൻഡ് ഇൻഡസ്ട്രി റെലവൻസ്. എന്താണ് GFSI? പ്രൈവറ്റ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആണ്, എയിംഡ് അറ്റ് ഹാർമറിംഗ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അതിന്റെ സ്കോപ്പ് എന്താണെന്ന് പറയാം, ഇൻഡസ്ട്രി റെലവൻസ് പറയാം. Then intrinsic versus extrinsic factors in food spoilage. 2 എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ pH, വാട്ടർ ആക്ടിവിറ്റി, അതൊക്കെ ആയിരിക്കും. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അങ്ങനെയൊക്കെ ആയിരിക്കും. Then Codex Alimentarius Commission, CAC. CAC എന്ന് വെച്ചാൽ CAC is a joint FAO WHO body responsible for developing international food standards. അതിന്റെ പർപ്പസ് എന്താണ്, ഇമ്പാക്ട് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓവറോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ട് തന്നെ പഠിക്കുക. വളരെ കോൺഫിഡൻസോട് കൂടെ തന്നെ, വളരെ നന്നായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാംസിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് കിട്ടുന്ന 3 മണിക്കൂർ നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണെങ്കിലും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.